പാസ്റ്റർ ജോർജ് സി തോമസിന്റെ വീടിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആലപ്പുഴ IPC വെസ്റ്റ് സെന്ററിലെ മറ്റം സഭയുടെ ശുശ്രൂഷകനാണ് പാസ്റ്റർ ജോർജ് സി തോമസ്. എന്നാൽ അദ്ദേഹത്തിന്റെ വീട് റാന്നിയിലാണ്. റാന്നി കടവുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട്. റാന്നി ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇത് വലിയകാവ് റൂട്ടിൽ വന്നിട്ട് കടവുപുഴയിലേക്ക് വരാം. ഇദ്ദേഹത്തിന്റെ ഈ വീടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ കർത്താവിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് അദ്ദേഹം തന്നെ, മറ്റ് സഹായികളൊന്നുമില്ലാതെ അദ്ദേഹം തന്നെ പ്ലാൻ ഉണ്ടാക്കി അദ്ദേഹം തന്നെ പണിത ഒരു വീടാണിത്. സ്വന്തം കൈയാൽ. പൗലോസ് കൂടാരപ്പണി ചെയ്തെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹം തൻ്റെ ഭവനം, തനിക്ക് വേണ്ടി പാർക്കുവാനുള്ള ഭവനം താൻ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇത് പണി ആരംഭിച്ചത് 25 വർഷം മുമ്പാണ്, 1999. അപ്പോൾ 1999 പണി ആരംഭിച്ച ഭവനത്തിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. പൂർത്തിയായില്ല എന്നുള്ളത് അതിന്റെ ഒരു ഘടകം. പക്ഷെ അപ്പോൾ തന്നെ ഇത് ഒരു എത്ര നിലയാ? 2 നിലയുള്ള ഒരു വലിയ വീടാണ്. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്? അതൊന്ന് അളന്ന് നോക്കേണ്ടിയായിരുന്നു. എനിവേ, അതിന് ഇത്രയും വലിയ ഒരു വീടാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനസ്സിലാകും. വിശാലമായൊരു വീട്, നിരവധി കൊത്തുപണികളുള്ള ഒരു കവാടം, ഒരു ഗേറ്റ് ഇതിനുണ്ട്. തടിയിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗേറ്റ്. അത് കഴിഞ്ഞാൽ ഇതിന്റെ മതില് തൊട്ട് അങ്ങോട്ട് വിചിത്രമായ പണികളാണ് ഇതിനകത്തുള്ളത്. ഇത് ചാക്ക് കെട്ടി തേച്ചതാ കേട്ടോ. ഇത് വെള്ളം നിറയ്ക്കുന്ന ഒരു ടാങ്ക് ആണ്. ആ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ചാക്ക് സിമെന്റും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണത്. അതുപോലെ ഇവിടെ ചെടികൾ വളർത്തിയിരിക്കുന്ന ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാം. മനോഹരമായ ചട്ടികൾ ഇവിടെയുണ്ട്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടികളാണ്. ആ ചട്ടികളിലാണ് ഈ ചെടി നട്ടിരിക്കുന്നത്. ഇതിനകത്ത് മുകളിൽ ആ പൈപ്പ് അവിടെ മഴവെള്ളം ഇതിലെ കൂടെ വന്ന് ഇതിനകത്തൂടെ പുറത്തു പോകും. മഴവെള്ളം വരുന്ന പൈപ്പ് അത് മുകളിൽ നിന്ന് താഴേക്ക് പണിതിരിക്കുക. അത് തന്നെ ഒരു വളരെ മനോഹരമായ നിലയിൽ പണിതിരിക്കുക. ഇതിനകത്ത് നമ്മുടെ പാവാടയും പിന്നെ പഴയ സാരിയും ഉപയോഗശൂന്യമായ തുണികളാണ് ഇതിനകത്ത്. ഓക്കെ. ഇതിനകത്ത് വീട്ടിലെ വേസ്റ്റായി വന്നിരിക്കുന്ന ഉപയോഗശൂന്യമായ തുണികളൊക്കെ ഉപയോഗിച്ച് അകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. ഈ ഭിത്തി, ഇവിടെ ഭിത്തി പ്രധാനമായിട്ടും കരിങ്കല്ല് കഷ്ണങ്ങൾ കൊണ്ട് വലിയ ചുടുകട്ട കെട്ടിയ ഒട്ടിച്ചിരിക്കുന്നു. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചിട്ട് അതിന്റെ മുകളിൽ കരിങ്കല്ല് പാകിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് അതിന്റെ ഇത് വേസ്റ്റ് കല്ല. ഇത് ഈ അരകല് കൊത്തുന്നിടത്തെ അഴിച്ച് വാരിക്കളയുന്ന കല്ല. തറയോടിന് പകരം തറയിലും കരിങ്കല്ലാണ് പാകിയിരിക്കുന്നത്. അതും ചെറിയ ചെറിയ പീസുകൾ വളരെ മനോഹരമായിട്ട് അടുക്കി ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഭിത്തി ഉണ്ടല്ലോ, ഈ ഭിത്തി ആ ഭിത്തി എല്ലാം ചാക്ക് കെട്ടിയിട്ട് അതേ തേച്ച് ഭിത്തിയാക്കിയത്. പൊട്ടത്തില്. ഓക്കെ. ഈ ടാങ്കും അതുപോലെ തന്നെ ചാക്ക. പിന്നെ ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഒരു ഇത് വരുന്നവർക്ക് കോളിംഗ് ബെല്ലിന് പകരമായിട്ട് വളരെ മനോഹരമായ ഒരു മണി ഇവിടെ ഉണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു പക്ഷിയുടെ രൂപത്തിലുള്ള ഇതിലെ അങ്ങോട്ട് കയറിയാല് എൻ്റെ വിസിറ്റ് റൂമിലോട്ട് കയറാം. ഞാൻ അന്ന് ആ 50,000 രൂപ എടുത്തത് ഈ ഒരു കാർ പോർച്ച്, ഇത്രയും കാർ പോർച്ചും ഈ ഒരു സിറ്റ് ഔട്ടും ഇതിനകത്ത് ഒരു ഹോള് മാത്രം പറഞ്ഞു. ബാങ്കിൽ നിന്ന് 50,000 രൂപ ലോൺ എടുത്ത് 1999 ആരംഭിച്ചതാണ് ഈ സിറ്റ് ഔട്ട്. ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് കാണുന്നത് തടിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വളരെ മനോഹരമായ ചിത്രപ്പണികളൊക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായ തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭിത്തിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതൊരു ദിവസം ഇവിടെ മഴക്കോടെ ഒരാൾ വന്ന് മേളി വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇനി ഒരാൾ വന്ന് അവർക്ക് ഇരിക്കാൻ വേണ്ടി പെട്ടെന്ന് പണിത്. ആ 50,000 രൂപയ്ക്ക് ഈ ഒരു ഹാള്, അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അത് പിന്നെ പണിത്. ഈ ഒരു ഹാളും ഇതും അത് കാർഡ്ബോർഡ് മാത്രം വാർത്തിട്ടു.
അത് വാർത്തിട്ട് പിന്നെ ഇതെല്ലാം ഇത് അലമാരിയല്ല, ഇത് പാനൽ ചെയ്ത്. ഇത് നമ്മുടെ പുരാവസ്തുക്കളെല്ലാം കൂടെ നമ്മുടെ മൺമറിഞ്ഞു പോയ സാധനങ്ങൾ, പുരാവസ്തുക്കള്. മുച്ചട്ടിയരിപ്പ ഈ വെള്ളത്തിന്റെ വാട്ടർ അതോറിറ്റിയുടെ സിമ്പല്. ഇതെല്ലാം നമ്മുടെ സ്വന്തം പണിയാ കേട്ടോ. ഇങ്ങനെ കഥക്, ആ കഥകിന് ഇങ്ങനെ ഒരു, ഈ കല്ലെല്ലാം വേസ്റ്റ് കല്ല, ഈ പിന്നെ അരകല്ല് കൊത്തുന്നിടത്ത് കളഞ്ഞ കല്ലുകൾ. വാ, നമ്മുടെ അടുക്കള. ഇതെല്ലാം പണി ബാക്കിയാണ്. നമുക്ക് പാത്രം, ഇവിടെ പാത്രം കഴുകും, ഇവിടെ കഴുകി ഇവിടെ പുറത്തിടും, ഇവിടെ ഇട്ട് ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് അവിടെ വെക്കാം. ഇതിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയത്. ഈ അടുക്കള അവിടെ ഉപ്പുവാറ്. ഇവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഓരോന്നെടുത്തിട്ട് പോകും. അതുകൊണ്ട് അത് പിന്നെ ഇറച്ചി അരിയുന്ന ആ താഴെ ഇരിക്കുന്നത് അത് ഉപ്പുവാറ്. പിന്നെ ഈ സ്റ്റൂള് ചിരവയുണ്ടായിരുന്നു, 14 ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒരെണ്ണം മീതി ഉണ്ടായിരുന്നു. അത് ഒരാൾ കൊണ്ട് സ്റ്റൂളായിട്ട് ഉപയോഗിക്കും. അകത്തോട്ട് നാക്കെടുത്ത് അകത്ത് വെക്കും. അത്രയുണ്ട് കൊണ്ടുപോയി. ഇത് നമ്മുടെ പുള്ളിക്കാരത്തേക്ക് വേണ്ടി. ഇതെല്ലാം ഇതൊക്കെ നമ്മുടെ സ്വന്തം പണിയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് വേസ്റ്റായിട്ട് കളയാനൊന്നുമില്ല. ഒരു ചെറിയ കഷ്ണം പോലും തടിയോ കല്ലോ വേസ്റ്റായിട്ട് കളയത്തില്ല. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇത് കണ്ടോ, പിടിച്ചോ. അപ്പൊ ഇത് ആവശ്യം കഴിയുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതെന്റെ ഡൈനിങ് ടേബിൾ കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം. ഈ അലമാരിയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ സ്വന്തം പണിയാണ്. ഇത് ഞാൻ പിന്നെ എക്സ്ട്രാ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ അങ്ങേ വശം ടൈൽസും ഈ വശം തടിയാണ്. അപ്പോൾ ഇത് ചാക്ക് കെട്ടി തേച്ചേച്ച് അതിൽ ആ വശത്ത് ടൈൽസ് ഒട്ടിച്ചു, ഈ വശത്ത് തടി ഇട്ടു. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ അങ്ങോട്ടുള്ള ഷെയ്ഡ്, ആ ഷെയ്ഡ് കൂടി ഇങ്ങോട്ട് എടുത്തു. ഇതുകൂടി അങ്ങോട്ട് എടുത്തപ്പോൾ ഒരു ബാത്റൂമായി. അപ്പോൾ ഈ ജനലൊക്കെ നമ്മൾ ഇങ്ങോട്ട് തുറക്കാൻ, ഇങ്ങനെ തുറക്കാൻ. പിന്നെ മുമ്പേ കാണിച്ചതിൻ്റെ ചെറുത് ട്രാവലിങ്ങിനുള്ള. ഇത് ഞാനൊരു 10-15 ഉണ്ടാക്കി. എല്ലാം ഓരോരുത്തർ കൊടുത്ത് ഇത് ആവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ മടക്കിയെടുത്തോണ്ടാണ്. ഒത്തിരി കലാപരമായ ഒരുപാടുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടോ. ഇതുണ്ടോ, ഇത് വേസ്റ്റാ. ഈ ഉപയോഗശൂന്യമായ തടികളാണ് ഇതെല്ലാം. ഈ പോടുള്ള തടി അറക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നത് അത് മുഴുവൻ. ഇതും ഒരു 10-12 പീസായി. ഇത് എല്ലാം ഓരോ പീസ് യോജിപ്പിച്ചെടുത്തത്. അപ്പം ഈ പൂ വെക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു ഐഡിയല്ല. പെട്ടെന്ന് ഉണ്ടാക്കിയത് ഇതും അതുപോലെ തന്നെയാണ്. ഇതൊക്കെ പുറത്തെ കളയുന്ന ഏറ്റവും പുറത്തെ കട്ടി കുറഞ്ഞ ഭാഗത്തേതാണ്. അതെല്ലാം കൂടെ ഞാനിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എന്തൊരു ഐഡിയ കിട്ടിയ ഉടനെ ചെയ്യണം, പിന്നെ മറന്നുപോകും. അല്ല, ഇത് അപ്പൊ ഈ വേസ്റ്റ് തടി എന്ന് പറയുമ്പോൾ അത് കുശിത്തൊക്കെ പോകത്തില്ലേ? ഇത് കാതലല്ലേ? കാതല തേക്ക എത്ര വർഷം കിടന്നാലും വരത്തില്ല. വെള്ളയില്ലല്ലോ ഇത്. വെള്ളയില്ല. വെള്ളമുണ്ടെങ്കിൽ കുത്തിപ്പോവും. ഞങ്ങൾ കൊടുതറ കുടുംബത്തില്. പക്ഷെ എൻ്റെ അപ്പൻ തലവടിയിൽ നിന്ന് ഒരു 100 വർഷത്തിന് മുമ്പ് റാന്നി വന്നു. ഇവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ പിന്നെ സ്ഥലം താമസമായി. എൻ്റെ അപ്പൻ്റെ സമയത്ത് ആരംഭത്തിൽ 3 വീട്ടുകാരെ കൂടുതൽ വിളിച്ച് ആരംഭിച്ച ഈ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കുറ്റ്യാനിപ്പള്ളി. ആ പള്ളിയുടെ ആരംഭ ആൾക്കാർ എൻ്റെ അപ്പനും കുടുംബവും.
ഞങ്ങൾ 11 മക്കളാണ്, 5 ആണും 6 പെണ്ണും. എല്ലാവരും മൂത്ത ജ്യേഷ്ഠൻ പോയി, ഒരു ജ്യേഷ്ഠത്തിൽ പോയി, അപ്പനും അമ്മയും പോയി, ബാക്കി എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടി ഇപ്പം നിലവിൽ 111 പേരുണ്ട്. കൊച്ചു പ്രായം മുതലേ എനിക്ക് വേദോസ്തവം വായിക്കാൻ ഒരു വലിയ താല്പര്യമുണ്ട്. ആ താല്പര്യം എല്ലാ ദിവസവും 3 അധ്യായം ബൈബിൾ വായിക്കും. അത് ഇന്ന് രാവിലെ വരെ വായിച്ചു. എല്ലാ കൺവെൻഷനും പോകും. അപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കൺവെൻഷനും വെച്ച് ദൈവവചനം സായിപ്പിനെ മതമയം കാണാൻ പോയതാ, കൺവെൻഷന് പോയതല്ല. അങ്ങനെ ആ വചനം കേട്ടേച്ച് വന്ന് അന്ന് രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു. യേശുവിനെ ഞാൻ കണ്ടു. ഈ മർത്തോമാക്കാരുടെ വീട്ടിൽ ഗതശമനയിൽ യേശു ഇരിക്കുന്ന പോലുള്ള പടം അങ്ങനെ കണ്ടു. പക്ഷെ എന്ന് കൊച്ചു പയ്യനായിട്ട് നമുക്കറിയത്തില്ല. കലഞ്ഞകത്ത് ഞാൻ ബാംഗ്ലൂരിൽ പോയി, 76 ബാംഗ്ലൂരിൽ പോയി, അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പിന്നെ ഞാൻ നാട്ടിൽ വന്നു. പിന്നെ ഇവിടുന്ന് മസ്കറ്റ് ജോലിക്ക് പോയി ദൈവം എന്നെ വിളിച്ചിറക്കി 82 ജോലി കളഞ്ഞേച്ച് ഇവിടെ നാട്ടിൽ വന്ന് 82 ഒരു സാറിൻ്റെ ഹൈസ്കൂൾ 82, 83 പഠിച്ച് 83 വിവാഹം കഴിഞ്ഞ് 84 പിന്നെ ഒരു വിസ ഞാൻ ബോംബെ ഫാദർ അക്നൽ ആശ്രമത്തിൽ ടെസ്റ്റ് കൊടുത്ത് പാസ്സായി, വിസ കിട്ടി. അപ്പോൾ ദൈവശബ്ദം കേട്ട് ഞാൻ നാട്ടിൽ തിരിച്ചു പോരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ എനിക്കൊരു വിസ എടുത്താൽ ചെന്നു. ഞാൻ ആ വിസയും കൊണ്ട് ബോംബെ ചെന്ന് അവിടെ അന്തേരിയിൽ ഒരു അസംബ്ലി സ്കോഡ് ചർച്ചിൽ ഞാനിങ്ങനെ ആരാധനയ്ക്ക് വേറെ സ്നേഹിതനും കൂടെ പോയപ്പോൾ അവിടെ സങ്കീർത്തനം വായിച്ച് പ്രബോധ സഭയുടെ പാസ്റ്റർ പറഞ്ഞു, വിസായി കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, നീ പേർഷ്യയിൽ പോയി പണം ഉണ്ടാക്കിയ നീയും ഭാര്യയും മക്കളും സുഖമായിട്ട് ജീവിക്കും, എൻ്റെ നാമത്തിന് കഷ്ടം സഹിക്കാൻ ഇറങ്ങുമോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ മുന്നിൽ തിങ്കളാഴ്ച വിസ തിരിച്ചയച്ചു കൊടുത്തേച്ച് ഞാൻ സുവിശേഷ വേലയ്ക്ക്. പിന്നെ ഞാൻ ഡൽഹി പോയി. ഡൽഹിയിലെ 58 ഗ്രീൻ പാർക്കിൽ ജോയിച്ചാനും തോമാച്ചാനും കൂടെ ഒന്നിച്ചുള്ള ആ ഹൈസ്കൂളിൽ പഠിച്ചു. അവിടെ പഠിച്ച് പിന്നെ നാരായണ സഭയുടെ ശുശ്രൂഷയെ കുറച്ച് നാൾ നിന്നു. പിന്നെ ഗുജറാത്ത് ഗോദ്ര വന്നു. ഗോദ്ര, വൽസാഡ്, ജാംനഗർ, രാജകോട്ട്. 94 ഞാൻ ബോംബെ വന്നു. 94 ബോംബെ വന്നു. 99 നാട്ടിൽ വന്നു. 99 നാട്ടിൽ വരുമ്പോൾ ഇതിനിടെ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ നടത്തി. മരിച്ചെന്ന് പറയുന്ന ഡോക്ടർ എഴുതിയിട്ട് തള്ളിയതെല്ലാം കർത്താവ് അവർക്കൊക്കെ സൗഖ്യം, എൻ്റെ വിശ്വാസത്തിന് സൗഖ്യം കൊടുത്തു. അത് വേറെ കാര്യം, അത് ദൈവത്തിൻ്റെ കൃപ. 99 നാട്ടിൽ വരുമ്പോൾ എനിക്ക് 265 രൂപ ബാലൻസ് ഉണ്ട്. 76 കേരളത്തിൽ നിന്ന് പോയി 99 വരുമ്പോൾ 265 രൂപ ബാലൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എന്താ വേണം. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഞാൻ 50,000 രൂപ എടുത്ത് ഞാൻ ഈ വീടിൻ്റെ പണി തന്നെ ചെയ്യണമെന്നങ്ങ് തോന്നി. അങ്ങനെ മിഷ്യൻ കൊണ്ട് മണ്ണെടുത്ത് മാറ്റി വെച്ച് ഇതിൻ്റെ പണി തുടങ്ങി. പില്ലറയിൽ ചുടുകട്ട കെട്ടി പണി ആരംഭിച്ചു. കിട്ടുന്ന ഓരോ ചാക്ക് സിമെൻറ്റ്, ഇത് മുഴുവൻ ബൈക്കിൽ കൊണ്ടുവന്ന് 5 ചാക്ക് സിമെൻറ്റിന് കൂടുതൽ പണി വരികയാണെങ്കിൽ മാത്രമേ വണ്ടി വിളിച്ചു കൊണ്ടുവരത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഓരോ ചാക്ക് ബൈക്കിൽ കൊണ്ടുവരും, അത് പണിയും. പിന്നെയും ഞാൻ കൊണ്ടുവരും, ഒരു ചാക്ക് കൊണ്ടുവരും. അങ്ങനെ വന്ന് ലേബർ ചാർജ് കൊടുക്കാതെ 50,000 രൂപ കൊണ്ട് ഒരു കാർ പോർച്ചും സിറ്റ് ഔട്ടും താഴത്തെ ഒരു ഹാളും കൂടെ വാർത്തിട്ടു. മറ്റൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ വീണ്ടും ഇവിടുന്ന് പോയി സുവിശേഷ വേലയ്ക്ക് പോയി. അങ്ങനെ ഞാൻ കീക്കോഴൂര് കൊട്ടാരക്കര പോയി. അവിടുന്ന് തിരിച്ചു വന്ന് പിന്നെ ഇനി സുവിശേഷ വേലയ്ക്ക് പോകുന്നില്ലെന്ന് കരുതി. പിന്നെ നമ്മുടെ ഒരു സ്നേഹിത മുഖാന്തരം വീണ്ടും കയറി തൃശ്ശൂര് പീച്ചി മാസ്റ്റർ ഡിസ്ട്രിക്റ്റിൽ പൂവഞ്ചിറ പോയി 1 വർഷം നിന്നു. അവിടുന്ന് പിന്നെ ചെന്നൈയിൽ മടിപ്പാക്ക സഭയുടെ പാസ്റ്ററായിട്ട് പോയി. അവിടുന്ന് തിരിച്ച് വന്ന് പാലക്കാട് സാംദാനിയലിൻ്റെ ഡിസ്ട്രിക്റ്റിൽ ആലത്തൂർ ഡിസ്ട്രിക്റ്റിൽ തേനെടുക്ക സഭയുടെ പാസ്റ്ററായിട്ടിരുന്നു. അവിടുന്ന് നാട്ടിൽ വന്ന് ഇനി എങ്ങും പോകുന്നില്ലെന്ന് വെച്ചു. അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചു. ഒരു 7 വർഷം മറ്റു മാധ്യമങ്ങളില്ലാഞ്ഞുകൊണ്ട് ഒരു 7 വർഷത്തേക്ക് ഞാൻ മലയാളം മനോരമയുടെ ഏജൻസി എടുത്തു. അപ്പം ആ കാലത്താണ് ഇതിൻ്റെ പണി ഒരു നല്ല ഭാഗം മുമ്പോട്ട് പോയത്. അങ്ങനെ പണിതു. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വലിയൊരു അസുഖം വന്ന് കിഡ്നി ഫെയിലായി. കാലിൻ്റെ വിരൽ മുറിക്കണമെന്ന് പറഞ്ഞ് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ 75,000 രൂപ ചോദിച്ചു. അപ്പം മോനും മരുമോനും കൂടെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ കാല് മുറിക്കണ്ട, ഇനി പോരാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം. പിന്നെ ആശുപത്രിയല്ല, ബോംബെ കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ ക്ലിനിക്കിൽ കാണിച്ചു. ഇവിടെ കൊടുത്തതെല്ലാം വല്ലാത്ത ഭയങ്കര മരുന്നായിരുന്നു. മരുന്നൊന്നും ഉപയോഗിക്കാതെ 35ഉം 40ഉം യൂണിറ്റ് ഷുഗറും അതിൻ്റെ ഗുളികയും ഇൻസുലിനും അതിൻ്റെ ഗുളികയും എടുത്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഇൻസുലിൻ ഒന്നുമില്ല. ശരീരമെല്ലാം അങ്ങ് അഴുകിയതുപോലെ ആയി. വല്ലാത്ത പ്രശ്നത്തിലായിരുന്നു. ഭർത്താവ് സൗഖ്യമാക്കി. കാല് മുറിച്ചില്ല, ആ കാലിൻ്റെ വിരൽ തന്നെ അവിടെ ഉണ്ട്. പാടുപോലും ഇല്ലാതാക്കി ദൈവം തന്നു. അപ്പോൾ രോഗശാന്തി ഞങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലും ദൈവം ഇടപെട്ടു, അത്രയേ ഉള്ളൂ. 2 പ്രാവശ്യം ഏറ്റവും മേജർ ഹാർട്ട് അറ്റാക്ക് എനിക്കുണ്ടായി. ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല. ദൈവത്തോട് പറഞ്ഞു. 1 പ്രാവശ്യം വീണ് കാല്
പിന്നെ അസ്ഥി 2 കാലിൻ്റെയും അസ്ഥി ഒടിഞ്ഞെന്ന് പറഞ്ഞു. പൊട്ടലുണ്ട്, പ്ലാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേദനയ്ക്ക് ഒരു 265 രൂപയുടെ ഗുളിക തന്നു, അത് തന്നു, അല്ലാതെ ഞാനൊന്നിനും പോയില്ല. അപ്പം 1 വർഷം ഞാൻ ഗുജറാത്ത് അങ്കളേശ്വരം സഭയുടെ ശുശ്രൂഷയിൽ പോയി. അവിടെ ചെന്ന് ഷുഗർ കൂടി 190 വരെയായി. എന്നാൽ എല്ലാ മധുരവും ഉപയോഗിക്കും, ഒന്നും മധുരങ്ങൾ ഉള്ളതൊന്നും കുറച്ചില്ല. അതുകൊണ്ട് ഇപ്പം ഷുഗർ നോക്കിയാൽ ഒരു 100, 110, 90 ഇപ്പോൾ ഉണ്ട്. ഗുളിക ഒന്നും എടുത്തില്ല. പ്രഷർ കൂടി, മൂക്കിൽ കൂടെ ചോര വന്നു. ബോംബെ വെച്ച് ആശുപത്രിയിൽ പോയി, മരിക്കുന്നവരെ ഗുളിക എടുക്കണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു 8 മാസമായി ഒരു ഗുളികയും തിന്നുന്നില്ല, ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ വീടിൻ്റെ ജപ്തി 4 പ്രാവശ്യം ജപ്തി നോട്ടീസ് വന്നു. 4ാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ചെന്ന് 3 പ്രാവശ്യം പോയി. 4ാമത്തെ പ്രാവശ്യം ഈ സൊസൈറ്റി ഇരിക്കുന്ന എന്നെ പഠിപ്പിച്ചൊരു സാറിൻ്റെ മോന്, അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ മാന്യമായിട്ട് ജീവിച്ചവരാ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ വീട് ജപ്തി ചെയ്തെന്ന് പറഞ്ഞാൽ നാണംകേട്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ 1,75,000 രൂപ എടുത്തും വെച്ചും അത് പിന്നെ ഇങ്ങനെ പോയി 7,35,000 രൂപ ആയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെൻറ്റ്. ഞാൻ പറഞ്ഞു, സാറേ എവിടുന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്? അപ്പം ഞാൻ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു, മോനെ, എൻ്റെ അപ്പം തന്നതാ 16 സെൻറ്റ് വസ്തു. ഞാൻ അധ്വാനം കൊണ്ട്, പകലത്തെ വെയിലും കൊണ്ട്, രാത്രിലത്തെ മഴയും നനഞ്ഞ്, പകലത്തെ വെയിലും രാത്രിലത്തെ മഞ്ഞും കൊണ്ട്, രാവും പകലുമുള്ള മഴയും നനഞ്ഞ് ഞാൻ പണിതതാ. ഇത്രയും വർഷം ഞാൻ പാരലൈസായിട്ട് കിടന്നെന്ന് മോൻ വിചാരിച്ചാൽ മതി, ജപ്തി ചെയ്ത് പൊക്കോട്ടെന്ന് പറയും. കാരണം അവർ സുശേഷ വലിയ അവരെ കൊണ്ട് ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മോനെക്കാട്ടിലും വലിയ വിഷമം മരുമോക്ക് വലിയ വിഷമം. പിന്നെ അവരവിടെ ഒരു ബാങ്കെ ആശ്രയിച്ച് അവിടുന്ന് 5 ലക്ഷം രൂപ എനിക്ക് ഫെബ്രുവരി മാസം 25-ാം തീയതി 5,20,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നു. ബാങ്കിൽ കൊണ്ടുപോയി എൻ്റെ പേപ്പർ തിരിച്ചു മേടിച്ചു. ആധാരം തിരിച്ചു മേടിച്ചതിൻ്റെ പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം, അങ്ങനെ 4 പ്രാവശ്യം ജപ്തി നോട്ടീസ് വന്നത്. ഞാൻ പേടിച്ചൊന്നുമില്ല, ദൈവത്തിന് മനസ്സ് തോന്നി, ദൈവത്തിന് ദയ തോന്നി. എൻ്റേതായിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീടാകാൻ ദൈവം സഹായിച്ചു. അതിന് ശേഷവും ഇവർ ജപ്തി നോട്ടീസ് അയച്ചിട്ട് ഞാൻ പണിയൊന്നും നിർത്തിയിട്ടില്ല, പണി നടന്നുകൊണ്ട് തന്നെ ഇരുന്നു, പണി നടന്നുകൊണ്ടിരുന്നു. ഏതായാലും പണി ഇത്രയും വരെയായി. അപ്പം എൻ്റെ ഒരു സന്തോഷമാണ് ഇത്. കാരണം അത് പല കാര്യങ്ങളുണ്ട്, ചലഞ്ചുണ്ട്. പാസ്റ്റർമാർക്ക് ഇന്നൊരു വീടില്ലാതെ നിലവിളിക്കുന്ന എത്രയോ പേരുണ്ട്. പാസ്റ്റർമാർക്ക് ഒരു ഉത്സാഹമാണ്. വിദേശത്ത് പോയി അവരുടെ ജോലി ചെയ്ത് സുശേഷ വരെയും. ഇന്ന് പാസ്റ്റർമാർ പോയി അവർ അധ്വാനിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മൾ അങ്ങനെ ദൈവത്തിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കാനും കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുവാനും നമ്മൾ തന്നെ പൗലോസൊക്കെ അധ്വാനിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത പോലെ. പിന്നെ എനിക്ക് മറ്റു ബാധ്യതകളൊന്നുമില്ല, ഞാൻ ആർക്കും കടം മേടിച്ചിട്ടില്ല. നിവൃത്തിയുണ്ട് ആരോടും കടം മേടിക്കാൻ പോകാതെ, ബാങ്കിൽ നിന്ന് എടുത്താലും ആരോടും കടം മേടിക്കും. പിന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് ഈ പേപ്പറുള്ള സമയത്ത് ഇപ്പോഴും ഒരു വട്ടിപ്പണ പലിശ കൊടുക്കുന്ന ഒരാളിന്, ഒരു തമിഴൻ്റെ ഇന്ന് 13,50,000 രൂപ അദ്ദേഹത്തിൻ്റെ ഞാൻ കടം മേടിച്ചു. അത് കൊടുത്ത് ഇനിയിപ്പം ഒരു 40,000-45,000 രൂപയുടെ ബാക്കി മുഴുവനും അത് പിള്ളേരുടെ ഞാൻ പറയും, നിങ്ങൾക്ക് ബാധ്യതയൊന്നുമില്ല, ഇത്രയും കാശേ ഉള്ളൂ, അത് ഇവിടുത്തെ എന്തെങ്കിലും പെറുക്കി കൊടുത്താലും തീരാനുള്ളതേ ഉള്ളൂ, അതുകൊണ്ട് പ്രയാസപ്പെടണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളധികം രോഗശാന്തി വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വേലയിൽ. പിന്നെ ഇത്രയും കൂടെ 14ാമത്തെ സഭയിലായി ഇപ്പം ശുശ്രൂഷിക്കുന്നത്. 84-ൽ സഭയുടെ ശുശ്രൂഷ തുടങ്ങി, 14ാമത്തെ സഭ ശുശ്രൂഷിക്കുന്നു. ഞാൻ ആരെയും മുടക്കിയിട്ടില്ല, ഞാനൊരു സഭ പൊളിച്ചിട്ടില്ല, ഞാൻ മുഖാന്തരം ഒരാൾ മുടങ്ങിപ്പോയിട്ടില്ല. കർത്താവിന് വേണ്ടി എന്തോ ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും അഭിമാനത്തോടെ ഞങ്ങൾക്ക് 2 പേർക്കും പറയാൻ കഴിയും. ഞങ്ങൾ ജനത്തെ സേവിക്കാൻ ഇറങ്ങി, സാമ്പത്തികമല്ല കർത്താവിൻ്റെ വേലയാണെന്ന് എനിക്ക് ദൈവം ദർശനത്തിൽ തന്നു, ഞാനത് ചെയ്യുന്നു. ഇത്രയും സഹായിച്ചു.